ഒബനാറ്റോ എന്ന് പറയുന്ന പേര് നമ്മൾ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് എടുത്തിട്ടുള്ളത്. ഒബനാറ്റോ എന്ന് പറയുന്ന പേര് ആഫ്രിക്കൻ ഗോത്ര വർഗത്തിൽ പ്രചാരത്തിലുള്ള ഒരു ഭാഷയിലെ പദമാണ് ഒബനാറ്റോ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐ എക്സിസ്റ്റ് ബിക്കോസ് വി എക്സിസ്റ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യനെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഈ ലോകത്ത്, മനുഷ്യനെ വലിയ രീതിയിൽ വേട്ടയാടുന്ന ഈ ലോകത്ത് മനുഷ്യൻ്റെ ഒപ്പരം നിന്നുകൊണ്ട്, മനുഷ്യനെ ഐക്യപ്പെട്ടുകൊണ്ട് ആ ചൂഷണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക, അതിനെതിരെ പോരാട്ടം നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തീമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് സാമാന്യ പറയാനുള്ളത്. കലോത്സവം ഇന്നാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര ഇന്ന് 3 മണിക്ക് ആരംഭിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഘോഷയാത്ര അവസാനിച്ച ഘട്ടത്തിൽ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കും. നാളെയും മറ്റന്നാളുമായിട്ട് കലോത്സവം പുരോഗമിക്കുകയാണ്. നാളെ അധികവും ഓൺ സ്റ്റേജ് ഐറ്റംസാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മറ്റന്നാളത്തേക്ക് എത്തുന്ന മുറയ്ക്ക് അതിൻ്റെ രാത്രി ഒരു 9:30 കലോത്സവത്തിൻ്റെ സമ്മേളനം നടക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടകൻ മരണവംശം എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതിയിട്ടുള്ള പി വി ഷാജികുമാർ. നമുക്ക് നിലവിൽ സർവകലാശാല കലോത്സവം ആയതുകൊണ്ട് ഇപ്പം നിലവിൽ നമുക്ക് 9 സെൻറ്ററുകളായിരുന്നു സംസ്കൃത സർവകലാശാലയുടെ കീഴിലുണ്ടായിരുന്നത്. എന്നാൽ 3 സെൻറ്ററുകൾ അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 6 സെൻറ്ററിലെ വിദ്യാർത്ഥികളാണ് നിലവിൽ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 സെൻറ്ററിലും കൂടി ഏകദേശം 1500ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമുക്ക് ഈ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സർവകലാശാല യൂണിയനുകൾ ഉള്ളതുപോലെ ഒരു ഭീമമായ ഫണ്ടൊന്നും കലോത്സവത്തിൻ്റെ നടത്തിപ്പിനായിട്ട് സർവകലാശാല നമുക്ക് നൽകുന്നില്ല. എന്നാലും നമുക്കുള്ള പരിമിതമായ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും 3 ദിവസത്തെ ഭക്ഷണം ഉൾപ്പെടെ 3 ദിവസത്തെ അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ സർവകലാശാലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവത്തിന് എന്നാൽ ആ ഫണ്ടൊന്നും കലോത്സവത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ശാശ്വതമായൊരു ഫണ്ടൊന്നും അല്ല. ഒന്നാമത്തെ നമ്മൾ നോക്കിയിട്ടുള്ളത് കുറച്ച് ഫിലിം ആക്ടേഴ്സിനെയാണ്. അവർ കൺഫേം പറഞ്ഞിട്ടില്ല. എത്ര ഇവൻറ്റ്സ് നടക്കുന്നത് മറ്റു വേദികളിലാണ്. ഈ 4 വേദികൾ കൂടാതെയുള്ള മറ്റു വേദികളിലാണ്. നിലവിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ലിറ്റററി ഇവൻറ്റ്സ് ആരംഭിച്ചു. ഏകദേശം 100-110ഓളം ഐറ്റങ്ങൾ നിലവിൽ കലോത്സവത്തിൽ ഉണ്ട്. സർട്ടിഫിക്കറ്റും മൊമെൻറ്റോ ഉണ്ട്. ഗ്രേസ് മാർക്കോട് കൂടിയ സർട്ടിഫിക്കറ്റും അതിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ടുള്ള മൊമെൻറ്റോ, ഓവറോളിംഗ് ട്രോഫി. അധ്യാപകരും ഈ സംഘാടക സമിതിയുടെ ഭാഗമായിട്ട് അധ്യാപകരും അനധ്യാപകരും എല്ലാവരും സംഘാടക സമിതിയുടെ ഭാഗമാണ്. അവർ പല കമ്മിറ്റികളുടെയും ചെയർപേഴ്സൺമാരും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺമാരുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.